ഇതുവരെ അമേരിക്ക സമ്മതിക്കാതിരുന്ന ഒരു കാര്യം സമ്മതിച്ചുവെന്നാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വൊളഡിമിർ സെലൻസ്കി പറയുന്നത്. ട്രംപുമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ അമേരിക്കൻ സേനയെ ഉക്രൈൻ്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക സമ്മതിച്ചുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക ഇതുവരെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇത് വന്നപ്പോൾ ഇവിടെ നാറ്റോയിൽ ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂറോപ്പും അമേരിക്കയൊക്കെ നേരത്തെ ഉക്രൈനെ മോഹിപ്പിച്ചത്. ഇപ്പോൾ നാറ്റോയിൽ ചേർക്കില്ലെന്ന് പറയുന്നു. പകരം എന്ത്? ഇനി അവിടെ നിന്ന് യുദ്ധം അവസാനിപ്പിച്ചാൽ തന്നെ റഷ്യ ഇനിയും ആക്രമിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ സേനയെ ഉക്രൈനിൽ വിന്യസിപ്പിക്കാമെന്ന് പറയുന്നത്. റഷ്യയ്ക്ക് ഒട്ടും സ്വീകാര്യമായിട്ടുള്ള നടപടിയാവില്ല. റഷ്യയുടെ നിലപാട് തന്നെ പതുക്കെ സ്ഥലങ്ങൾ മാന്തിയെടുക്കാമെന്നാണ്. നേരത്തെ 2014 ക്രീമിയ കൊണ്ടുപോയി. ഇപ്പോൾ ഡോൺബാസ് മേഖല, കിഴക്കൻ ഉക്രൈൻ ഏതാണ്ട് മുഴുവനായിട്ട് വേണമെന്നാണ് പുടിൻ പറയുന്നത്. അതിൽ ഏതാണ്ട് ലുഹാൻസ്ക് മുഴുവൻ പിടിച്ചു കഴിഞ്ഞു. 100% ബാക്കിയുള്ളൂ. ഇവിടെ 75% ഡോണറ്റ്സ്ക് പിടിച്ചു. അപ്പോൾ ഡോൺബാസ് മേഖല ഇനി 25% കൂടിയേ പിടിക്കാനുള്ളൂ. അപ്പം അതും കൂടി വേണമെന്നാണ് പുടിൻ പറയുന്നത്. സമ്മതിച്ചിട്ടില്ല. എന്തായാലും അതിന് ചർച്ച നടക്കുകയാണ്. സെലൻസ്കി ജനുവരി 6 ഫ്രാൻസിലെത്തി യൂറോപ്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യുന്നതോടെ ഒരു വഴി തെളിയുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇപ്പോഴും ഈ രീതിയിൽ നിൽക്കുകയാണ്. അതിനിടെ പുടിൻ്റെ വീടിന് നേരെ, ഔദ്യോഗിക വസതിക്ക് നേരെ മോസ്കോയിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ശരിയല്ലെന്ന് ഫ്രാൻസിലെ ഇന്റലിജൻസ് ഏജൻസികളും ഫ്രാൻസും പറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളും അത് പറയുന്നു. പക്ഷേ പുടിൻ്റെ ഇത് ആക്രമിക്കാൻ 91 ഡ്രോണുകൾ അയച്ചു എന്നുള്ള ഒരു ഉറച്ചു നിൽക്കുകയാണ് റഷ്യയുടെ അധികാരികൾ.